എന്ത് മനോഹരമായ കാഴ്ചയാണ് ഈ പ്രകൃതി നമ്മുടെ കണ്ണിന് നൽകുന്നത്. സ്വസ്ഥമായൊഴുകുന്ന പുഴകളും അരുവികളും കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പകിട്ടാർന്ന കാട്ടുചെടികളും മരങ്ങളും അവിടങ്ങളിൽ ഒത്തുചേർന്നുല്ലസിക്കുന്ന ജീവികളും. വരും കാലങ്ങളിലും ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണണ്ടേ? പക്ഷേ പ്രകൃതിയെ കുത്തിക്കീറിയെടുക്കുന്ന മണ്ണുമാന്തി യന്ത്രങ്ങളും പുഴയുടെ തീരപ്രദേശത്തെ പാടെ തകർക്കുന്ന മണൽവാരലും നമ്മൾ വലിച്ചെറിയുന്ന നശിക്കാത്ത വസ്തുക്കളും എല്ലാം നമുക്കു തന്നെ നാശം വിതയ്ക്കുന്നു. ഭീമാകാരമായ കോൺക്രീറ്റ് കെട്ടിടങ്ങളും മറ്റും പരിസ്ഥിതിയെ തന്നെ തകിടം മറിക്കുന്നു. ഭൂമിയുടെ സ്വസ്ഥമായ ഭ്രമണത്തിന് ദോഷകരമായി മാറുന്ന പ്രവൃത്തികൾ നാം നിർത്തിയേ തീരൂ. ജനങ്ങളിലേക്ക് സജീവമായി ഇറങ്ങിച്ചെന്ന് പരിസ്ഥിതി, പുഴ സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയെക്കുറിച്ച് വലിയ സന്ദേശങ്ങൾ കൊടുക്കുവാൻ സമർപ്പിത മനസ്സോടെ ഒരാൾ, രാച്ചിയമ്മ. ഇതാരാ പ്ലാസ്റ്റിക് കത്തിക്കുന്നത്? നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന പരിപാടിയാ? ആ, ഞാനിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാ. കാരണം ഞാൻ ഒറ്റക്ക. അതുകൊണ്ട് എന്നെ ഭരിക്കാൻ ഒരാളും വരില്ല. എന്റെ അവതാരം പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. സർ, ഞാൻ പറഞ്ഞ കാര്യത്തിനൊരു മറുപടി കിട്ടിയില്ല. ഈ പ്രാവശ്യം ബണ്ട് കെട്ടിയില്ലെങ്കിൽ 10-15 കുടുംബങ്ങളും നശിക്കും, വീടുകളും പോവും. ശരിയാണ്, പക്ഷേ അതിൻ്റെ നിയമവശങ്ങൾ ഇങ്ങനെയാണ്. വില്ലേജ് ഓഫീസിലൊരു പരാതി കിട്ടിയാൽ മുകളിലത്തെ ഓഫീസിൽ പോയി ഇതൊക്കെ ശരിയാവാൻ അതിൻ്റെതായ കാലതാമസം എടുക്കും. എല്ലാ കാര്യവും തെളിവ് സഹിതം ഏൽപ്പിച്ചതല്ലേ സാർ? എന്തായാലും നോക്കാം. നിങ്ങളെപ്പോലുള്ളവരുടെ പരാതികളും മറ്റും വേഗം പാസ്സാക്കാൻ ശ്രമിക്കാം. നമ്മൾ ഒന്നിച്ചൊരു തീരുമാനമെടുത്താലേ ഈ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാവൂ. ശരി, പരിഗണിക്കാം. ഹലോ സാറേ, നിയമ നടപടികൾ നിങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജനങ്ങളുടെ കൂടെ നിന്നിട്ട് അവരോട് വാക്ക് പറഞ്ഞത് വെറുതെ ആകുമോ? നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് വാക്ക് പറഞ്ഞത്? ഇതിനൊക്കെ സമയമെടുക്കും. പ്രളയം വന്നാൽ ഇങ്ങനൊരു പുഴ പോലും അവിടെ കാണില്ല. നിങ്ങൾ എന്തിനാ ഇതിനൊക്കെ റിസ്ക് എടുക്കുന്നത്? വെറുതെ മനുഷ്യനെ. ഓഹോ, പ്രകൃതിയെ നശിപ്പിക്കാൻ നിങ്ങളും നിയമവും ഒരുപോലെ കടുംപിടുത്തം പിടിക്കുകയാണോ? നിങ്ങളൊന്ന് നിർത്ത്. വേറെ കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ. വെറുതെ മനുഷ്യനും മെനക്കെടുത്ത്. എന്തു കാര്യങ്ങൾ? ഒരു ജീവന്റെ തുടുപ്പിന്റെ വില അറിയാത്ത നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രകൃതിയുടെ സ്വസ്ഥമായ സ്പന്ദനങ്ങൾ തിരിച്ചറിയാത്ത സമൂഹത്തോട് എനിക്ക് പുച്ഛം തോന്നി അന്നു മുതൽ. എന്നിട്ടും പ്രകൃതിക്കും സമൂഹത്തിനും വേണ്ടി വീണ്ടും ഞാൻ. ഇനിയും നിങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും അപകടമാണ്. ഞാൻ കുറെ ശ്രമിച്ചു. പിന്നെ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എനിക്കാണെങ്കിൽ തീരെ സമയമില്ല. ഈ വില്ലേജിൽ നിങ്ങളും കൂടി താമസിക്കുന്നതാണെന്ന് ഓർമ്മ വേണം. പുഴയുടെ തീരത്ത് വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. എല്ലാവരും നശിക്കും. ഒരു പ്രളയം വന്നാൽ ആരും ബാക്കിയുണ്ടാവില്ല. ശരി, എനിക്കൊരു സ്ഥലം വരെ പോകണം. ഞാൻ പോകുന്നു. പിന്നെ കാണാം. ഒരുപാട് കാത്തിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാമോ ചെയ്യാമെന്ന് കരുതി. പക്ഷേ ഒന്നും പാസ്സായില്ല. വന്നില്ല. എല്ലാം ഒലിച്ചുപോയി.
അവർ രക്ഷപ്പെട്ടു. ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരുടെ ഇടയിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. നിങ്ങളൊന്നും ഒന്നുമല്ല. ചിന്ത വേണം. അതൊന്നും ഇല്ല. ഇപ്പോ ക്ഷമയില്ല, സമയമില്ല. ഞാൻ ഈ മായാവലയത്തിൽ ജീവിക്കുന്നത് കണ്ടില്ലേ? എല്ലാം മായ. നീയും ഭ്രാന്തനായി അലയാതെ ഒരു നല്ല മനുഷ്യനാവാൻ നോക്ക്. ഞാനും ഒരു നല്ല മനുഷ്യനെ കാണാനിരിക്കുക. ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നതായി ഇതിഹാസങ്ങൾ നുണ പറഞ്ഞു. ഈശ്വരനെ കണ്ടു, ഇബ്ലീസിനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. മാമ, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. ഇനിയിപ്പോൾ എങ്ങനെ സ്കൂളിൽ പോവാ? സാരമില്ല മോളെ, മോക്ക് സ്കൂളിൽ പോകാനും കളിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ ചേച്ചിയും ചേട്ടനും എല്ലാം അമ്മയോടും അച്ഛനോടും ഒപ്പം ഒഴുകിപ്പോയി. എന്തിനാ എന്നെ ഒറ്റക്കാക്കിയേ? മോള് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഈ മാമനില്ലേ മോളുടെ ഒപ്പം? ഈ സഞ്ചിയിൽ എന്താ മോളെ? ഈ സഞ്ചിയിൽ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. അച്ഛൻ എന്തായിരുന്നു മോളെ ജോലി? അച്ഛന് വലിയൊരു ജോലിയായിരുന്നു, ഒരു ഓഫീസിലാ. വെള്ളത്തിൽ ഒഴുകുമ്പോൾ ഞങ്ങളുടെ വീടും അടുത്തുള്ള വീടും എല്ലാം പൊളിഞ്ഞുപോയി. ഞാൻ മാത്രം ഒറ്റക്കായി. എന്നിട്ട് മോൾ എങ്ങനെയാ രക്ഷപ്പെട്ടെ? ഞാനൊരു മരത്തിൽ പിടിച്ചിരുന്നു. 2 പോലീസുകാർ വന്നെന്നെ കൊണ്ടുപോയി. ഏതായാലും മോള് രക്ഷപ്പെട്ടല്ലോ. അപ്പോ മാമന്റെ അടുത്ത് ഞാനെങ്ങനെ എത്തിയത്? അത് മോളെ രക്ഷിച്ച പോലീസുകാര് മാമന്റെ അടുത്ത് എത്തിച്ചതാ. ഇനിയും കുറെ പോണോ മാമ? ഇല്ല, ഇവിടെ അടുത്താ. എവിടേക്കാ? രാച്ചിയമ്മയുടെ വീട്. അവിടേക്കാണോ? അവരിപ്പോ അവിടെ ഇല്ല. ദാ ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് അവര്. നിങ്ങൾ എന്താ പറയുന്നത്? ഒന്ന് തെളിച്ച് പറയും. 6 മാസം മുമ്പ് വരെ അവരൊരു മനുഷ്യ സ്ത്രീയായിരുന്നു. ഒരു പ്രളയം വന്നില്ലേ, അന്ന് മുതൽ അവരൊരാത്മാവായി മാറി. മാമ നടക്ക്, ഇയാൾക്ക് ഭ്രാന്താ. ഭ്രാന്ത? എല്ലാവർക്കും ഭ്രാന്ത. പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ കണ്ടോ? ഒരു തിരിച്ചടി കൊടുത്തതിൻ്റെ തെളിച്ചം. പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ. ഇന്നും നാളെയും നഷ്ടങ്ങൾ മാത്രം, നഷ്ടങ്ങൾ മാത്രം. മാമ എന്തൊക്കെയാ അവർ പറയുന്നേ? ഇനി എൻ്റെ വരികളിലേക്ക് ഞാൻ തിരിയട്ടെ. ആരാ? ഞാൻ ബാബുരാജ്. എന്താ കാര്യം? നിങ്ങൾ നടത്തുന്ന അനാഥ മന്ദിരത്തിലേക്ക് ഒരു കുട്ടിയെ. ആ, ഇവിടെയാ? ആരുമില്ലേ ഈ കുട്ടിക്ക്? അതോ പ്രളയത്തിൽ? അതെ, ഇവൾ ഒറ്റപ്പെട്ടു, അനാഥയായി.
അച്ഛനും അമ്മയും എല്ലാരും പോയില്ലേ? അതെ, ആരുമില്ല ആൻറ്റി എനിക്ക്. ഇതാ ഈ ഫോട്ടോയിലുണ്ട് എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും. ഇതാണോ മോളുടെ അച്ഛൻ? ഇയാൾ കാരണം ഒരു നാട് നശിച്ചു. ഞാൻ അന്നേ പറഞ്ഞതാ, കേട്ടില്ല. ഇപ്പോഴെന്തായി? സ്വന്തം മോള് മാത്രം രക്ഷപ്പെട്ടു. നിങ്ങൾ എന്താ പറയുന്നത്? ഇതാണ് വില്ലേജ് ഓഫീസർ. ഞാൻ പല പ്രാവശ്യം അപേക്ഷയായി പോയതാണ്, ഒന്നും നടന്നില്ല. എല്ലാം നശിപ്പിച്ചു. പത്രത്തിൽ വായിച്ചിരുന്നു. മോളെ, നിന്റെ അച്ഛനന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നാട്ടുകാർ ഒരുപാട് രക്ഷപ്പെടുമായിരുന്നു, നിന്റെ കുടുംബവും. മോളെ, ഈ പ്രകൃതിയെ സ്നേഹിക്കാൻ മൂക്ക് കഴിയോ? നമ്മൾ വലിച്ചെറിയുന്ന ഓരോ വിഷമാലിന്യങ്ങളും നമുക്ക് തന്നെ വിനയാകുമെന്ന് മോളും മനസ്സിലാക്കണം. മാമി പറയുന്നത് മോക്ക് മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായി. എൻ്റെ അച്ഛൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. മോളെ, പ്രകൃതി തരുന്ന സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ പ്രകൃതിക്ക് വേണ്ടിയും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം. അല്ല, നിങ്ങൾ ആരാ? ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. നിങ്ങളെപ്പറ്റി കേട്ടിട്ട് വന്നതാ. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമാണെന്നറിഞ്ഞു. ആയിരുന്നു. വിശ്വസിച്ചവരാരും കൂടെ നിന്നില്ല. പക്ഷേ സാമൂഹികമായ പ്രശ്നങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിയ വഴികൾ അതാണ് ഇതിലുള്ളത്. ഞാൻ കണ്ടതും കേട്ടതും എല്ലാം ഇതിലുണ്ട്. ഈ പുസ്തകം ഇനി മോള് വെക്ക്. ഈ മാമിയെപ്പോലെ വലിയൊരു മനസ്സിൻ്റെ ഉടമയാകണം. ഞങ്ങളൊക്കെ മോളുടെ കൂടെ ഉണ്ടാവും. വീണ്ടും ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കാൻ ഇനിയെങ്കിലും നമ്മൾ ശ്രമിക്കണം. മോളെ അടുത്ത റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അവിടെ പേര് രജിസ്റ്റർ ചെയ്തോളൂ. വരണ്ടുണങ്ങുന്ന ഭൂമിയിലേക്ക് മേഘപാളികളിൽ നിന്നും മഴനീർക്കണങ്ങൾ വീണ് നനഞ്ഞ് തണുത്ത് ജീവജാലങ്ങൾക്ക് ഒരു പുത്തനുണർവുണ്ടാവാൻ രാച്ചിയമ്മ പിന്നെയും തൂലിക കയ്യിലെടുത്തു. നമുക്കവരെ അനുഗമിക്കാം.